കോതമംഗലത്തെ വ്യാപാരികൾ മുനിസിപ്പൽ ഓഫീസ് ധർണ നടത്തി. തൊഴിൽ നികുതി അന്യായമായി വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു ധർണ. പ്രതിഷേധത്തിന് ശേഷം മുനിസിപ്പൽ ചെയർമാൻ, സെക്രട്ടറി എന്നിവർക്ക് നേതാക്കൾ നിവേദനം നൽകി. കോതമംഗലം മുനിസിപ്പാലിറ്റിയിൽ തൊഴിൽ നികുതി അന്യായമായി വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് വ്യാപാരികൾ മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അങ്ങാടി, ടൗൺ, തങ്കളം യൂണിറ്റുകളുടെ ആഭിമുഖ്യത്തിൽ ആയിരുന്നു പ്രതിഷേധ ധർണ. KVVS ജില്ലാ വൈസ് പ്രസിഡന്റും നിയോജക മണ്ഡലം പ്രസിഡന്റും ആയ EK സേവ്യർ സമര പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോതമംഗലം ടൗൺ യൂണിറ്റ്, അങ്ങാടി യൂണിറ്റും തങ്കളം യൂണിറ്റും സംയുക്തമായി ഇന്ന് കോതമംഗലം മുനിസിപ്പാലിറ്റിയിലെ മുമ്പില് മാർച്ചും ധർണയും നടത്തുകയുണ്ടായി. കഴിഞ്ഞ 2 മാസത്തിന് മുമ്പ് തൊഴിൽക്കരത്തിന്റെ പെർഫോമ തന്നപ്പോൾ ചെറിയ തുകകൾ ഉണ്ടായിരുന്ന 100, 150, 200 രൂപയെല്ലാം ഉണ്ടായിരുന്നത് 1000, 750, 600 എല്ലാമായിട്ട് ഒരു വൻ വർധനവയാണ്. ഏതാണ്ട് 250-300% ആണ് ഈ തൊഴിൽ നികുതിയിൽ വർധനവ് വന്നിരിക്കുന്നത്. അപ്പൊ ആ വർധനവ് പിൻവലിക്കണമെന്നും ഒരു ചെറിയൊരു പെർസെന്റേജ് വർധനയ്ക്ക് നമുക്ക് വിരോധമില്ലെന്നും എല്ലാം പറഞ്ഞാണ് നമ്മൾ ഇന്നിവിടെ ഒരു ധർണാ സമരം നടത്തിയത്. ടൗൺ യൂണിറ്റ് പ്രസിഡന്റ് MP നൌഷാദ് ആമുഖ പ്രഭാഷണം നടത്തി. തങ്കളം യൂണിറ്റ് പ്രസിഡന്റ് പൗലോസ് KV, അങ്ങാടി യൂണിറ്റ് പ്രസിഡന്റ് മോട്ടി ജോസ്, വനിതാ വിംഗ് പ്രസിഡന്റ് ആശ ലില്ലി തോമസ്, യൂത്ത് വിംഗ് പ്രസിഡന്റ് ഷംജൽ, ടൗൺ യൂണിറ്റ് ട്രഷറർ KK വിശ്വനാഥൻ തുടങ്ങിയവർ പങ്കെടുത്തു. സമരത്തിന് ശേഷം അംഗങ്ങൾ എല്ലാവരും ചേർന്ന് കോതമംഗലം മുനിസിപ്പൽ ചെയർമാനെയും സെക്രട്ടറിയെയും നേരിൽ കണ്ട് നിവേദനം നൽകി. അതുപോലെ തന്നെ ഇത് സമയമില്ല, ഒരു 2 ആഴ്ചയോടെ 1 മാസത്തോടെ നീട്ടി വേണമെങ്കിൽ ചക്ക അടുത്ത മുനിസിപ്പൽ യോഗത്തിൽ ഈ നിവേദനം സമർപ്പിക്കുമെന്നും ഉചിതമായ നടപടികൾ കൈക്കൊള്ളുമെന്നും ചെയർമാൻ ഉറപ്പു നൽകിയതായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികൾ അറിയിച്ചു. Media 60 കോതമംഗലം.